അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി അങ്ങയുടെ മക്കൾ ഇന്ന് അഭിമുഖിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും സഞ്ചാരി മാതാവി സമയത്തിൻ്റെ അധികാരി അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം ഉണ്ടായിക്കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടാണ്. അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം യാത്ര ചെല്ലുന്നുവോ, ഏതെല്ലാം പരീക്ഷ എഴുതുന്നുവോ, ഏതെല്ലാം പക്ഷേ റിസൾട്ട് കാത്തിരിക്കുന്നുവോ, ഓരോ വിഷയത്തിനും മനസ്സും എന്ത് നേറിക്കൊണ്ട് കാത്തിരിക്കുന്ന സഹായം പ്രതീക്ഷിക്കുന്ന ഓരോ സ്ഥലങ്ങളെയും കർത്താവേ, അത് നഷ്ടപ്പെട്ടു പോകാതെ അവർക്ക് കിട്ടാനും അവർക്ക് അനുഭവവേദ്യമാക്കാനും കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ഡേറ്റും നീ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില വ്യക്തികളുടെ വരവ്, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില ഓഫറുകൾ, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില തീയതികൾ എല്ലാം എൻ്റെ ദൈവവേദനെ നിനക്ക് അനുഗ്രഹമായി മാറട്ടെ. അതിനെതിരെ വരുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ബന്ധിച്ചു കർത്താവിനെ കാൽക്കീഴിലാക്കുന്നു. കർത്താവെ, രോഗികൾ, പീഡിതര്, കുടുംബസമാധാനം ഇല്ലാത്തവര്, വിദേശ യാത്ര ചെയ്യുന്നവര്, കർത്താവെ, അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഉപരി പഠനത്തിന് വേണ്ടി ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരും അവരുടെ കഴിവിനേക്കാൾ ഒരു ദൈവത്തിൻ്റെ കൃപയാൽ അവർ ചെന്നെത്തേണ്ട ഇടത്ത് അവരെ എത്തിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അസ്ഥിരോഗികളെ സുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആ ദർശനത്തിലുള്ളതാണ്. അസ്ഥിരോഗികളെ കർത്താവ് സുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാവായ സർവേശ്വരൻ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അതായത് ഓരോ വിഷയത്തിനും അതിൻ്റെതായിട്ടുള്ള അഭിഷേകമുണ്ടെന്ന്. ഈ അഭിഷേകത്തിന് ബൈബിളിൽ പറയണ വാക്കെന്താണെന്നറിയാമോ?
അനോയിൻറ്റിങ് എന്ന് പറയും, പക്ഷേ ചില സമയത്ത് വിശ്രമം എന്ന് പറയും. വിശ്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രമമില്ലാത്ത അവസ്ഥ. ഇസ്രയേൽ, നീ എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കത്തില്ലെന്നൊക്കെ പറയത്തില്ലേ? അപ്പം ദൈവം നൽകുന്ന സകല സാഹചര്യങ്ങളെ ദൈവത്തിൻ്റെ ദൈവസ്നേഹത്തോടെ, പ്രത്യാശയോടെ, അതുപോലെ തന്നെ സമർപ്പണത്തോടെ, ദൈവിക പുണ്യങ്ങളോടുകൂടി തന്നെ നമ്മൾ അതിനെ സമീപിച്ച് കഴിയുമ്പോഴാണ് ഈ വിശ്രമം ഉണ്ടാകുന്നത്. സമർപ്പണം കഴിഞ്ഞാണ് വിശ്രമം, ശ്രമമില്ലാത്ത അവസ്ഥ. എന്ന് വെച്ചാൽ അവിടെ ദൈവകൃപ വേണമെങ്കിൽ നമ്മൾ അധ്വാനിക്കേണ്ട കാര്യമില്ല. അതിന് അഭിഷേകത്തിൻ്റെ ദൈവം പറയുന്ന വേറൊരു പേരാണ് വിശ്രമം. ഈ ഇപ്പം ഉദാഹരണത്തിന് എബ്രായർ 4:1 തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും കാണപ്പെടുമോ എന്ന് നാം ഭയപ്പെടണം. ഇവിടെ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ, അതായത് വിശ്രമം എങ്ങനെ വരണമെന്നറിയാമോ? വിശ്വാസം മുതൽ വിശ്രമം വരെയാണ് ദൈവിക പുണ്യങ്ങളുടെ വളർച്ചാ ഘട്ടങ്ങളെന്ന് പറയുന്നത്. വിശ്വാസം, അത് കഴിഞ്ഞാൽ എന്താണ്? പ്രത്യാശ, പിന്നെ എന്താണ്? ദൈവസ്നേഹം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും എല്ലാം ലോഞ്ച് ചെയ്യണത് ഈ ഒരു മോഡിലാണ് ലോഞ്ച് ചെയ്യണത്. പക്ഷേ ചില വിഷയങ്ങൾ ദൈവസ്നേഹം നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ചില കാര്യങ്ങൾ ദൈവം മനഃപൂർവ്വം നമുക്ക് ചെയ്തു തരത്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൃപയാണ്. ഇപ്പം വിശ്വാസവും പ്രത്യാശ സ്നേഹവും നമുക്ക് ക്യാഷ് ആൻഡ് കൈൻഡ് ആയിട്ടുള്ള ബ്ലെസ്സിങ്സിന് വരെ ഉപയോഗിക്കാം. പക്ഷെ കൃപയിലേക്ക് മാറ്റുമ്പോൾ അത് നമ്മൾക്ക് വിശ്വസിച്ചും പ്രാർത്ഥിച്ചും മാറ്റാൻ പറ്റത്തില്ല, പ്രത്യാശിച്ചും പ്രാർത്ഥിച്ചും മാറ്റാൻ പറ്റത്തില്ല, സ്നേഹിച്ചും പ്രാർത്ഥിച്ചും മാറ്റാൻ പറ്റത്തില്ല. ചില കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. ക്രിസ്തു തന്നെ പറഞ്ഞില്ലേ, അതുകൊണ്ട് സാധ്യമെങ്കിൽ പിതാവേ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറ്റെന്ന് പറഞ്ഞാൽ എന്താണ്? സമർപ്പണമാണ്. അപ്പോഴേ സമർപ്പണം ഇപ്പോൾ കൃപയുടെ വളർച്ചയിലേക്ക് വരുമ്പോൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം കഴിഞ്ഞാൽ പിന്നെ വരണത് സമർപ്പണമാണ്. സമർപ്പണം എന്ന് പറഞ്ഞാൽ എന്താണ്? സമർപ്പണത്തിൽ വെച്ചാണ് സ്വർഗ്ഗസ്ഥനായ പിതാവ് പ്രാർത്ഥനയുടെ ഫലങ്ങൾ വരണത്. എന്താണ്? അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ ഭൂമിയിലും ആകണമേ. അത് സമർപ്പണമാണ് ശരിക്കും പറഞ്ഞാൽ. വിശ്വാസം മാറി, പ്രത്യാശ മാറി, സ്നേഹം മാറി, സമർപ്പണത്തിലാണ് സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ പ്ലേസ്മെൻറ്റ്, ലാൻഡിങ് നടക്കുന്നത്. ഇനി സമർപ്പണം കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? പിന്നെ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് വെച്ചാൽ ആരുൾപ്പെടുത്തരുതെന്നാണ്? ദൈവമാണ് ഉൾപ്പെടുത്തുന്നത്. അതെ, ദൈവത്തിന് വേണമെങ്കിൽ നമ്മളെ പാപരഹിതരായി ജീവിക്കാൻ വേണ്ട അഭിഷേകം തരാം. അതെങ്ങനെ മനസ്സിലാകുന്നറിയാമോ? അതറിയണമെങ്കിൽ നമ്മൾ ജെറമിയ ഒന്ന് വായിച്ചാൽ മതി. ജെറമിയ 31:2 വായിച്ച്. കർത്താവ് അരുൾ ചെയ്യുന്നു, വാളിനെ അതിജീവിച്ച ജനം, ക്ലേശങ്ങളാണ് ഉദ്ദേശിക്കുന്നത്, ക്ലേശങ്ങളെ അതിജീവിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. അപ്പം എപ്പോഴും ഈ കൃപ കണ്ടെത്തുന്ന എപ്പോഴും വെച്ചാണ്? ക്ലേശങ്ങളെ അതിജീവിച്ച് കഴിഞ്ഞാണ്. അതിജീവിക്കണം എന്തുകൊണ്ടാണ്? അതിജീവിത വിശ്വാസം കൊണ്ടാണ്. അതിജീവിത വിശ്വാസം കൊണ്ടാണ് ക്ലേശങ്ങളെ നമ്മൾ അതിജീവിക്കുന്നത്. ക്ലേശങ്ങളുണ്ടാവും, പക്ഷെ അതിനെ കൗണ്ടറാക്ട് ചെയ്യാനും അതിനെ അതിജീവിക്കാനും നമുക്കെന്താ വേണ്ടത്? കോമൺ ഫെയ്ത്ത് പറ്റത്തില്ല. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം കാനഡയിൽ നിന്ന് എൻ്റെ 2 സഹോദരങ്ങൾ വന്ന് എന്നെ അവിടെ ധ്യാനത്തെ വിളിക്കാൻ വേണ്ടി. അപ്പോൾ അവർ വന്നപ്പോൾ ഞാനവിടെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വിശ്വാസത്തെക്കുറിച്ച് സംസാരിച്ചത്. അപ്പോൾ ഞാനോട് പറഞ്ഞു, ഈ കോമൺ ഫെയ്ത്ത് കൊണ്ട് ആഞ്ഞിലി കൊണ്ട് വല്ലൊരു വീഡിയോ വെക്കുമെന്ന് ചോദിച്ചു അവരോട്. ആഞ്ഞിലി കൊണ്ട്. അപ്പോൾ അവർ പറയാം, വെക്കൂല അച്ഛാ. ഞാൻ പറഞ്ഞാൽ വെള്ളം മാറ്റിയിട്ടല്ലേ വെക്കത്തുള്ളൂ, കാതൽ കൊണ്ടല്ലേ വീഡിയോ വെക്കത്തുള്ളൂ. കാര്യം ആഞ്ഞിലി 1000 കൊല്ലം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. പക്ഷേ അതിൻ്റെ അകത്ത് എന്താ പ്രശ്നം? അതിൻ്റെ വെള്ളമുണ്ട്. വെള്ളം കളഞ്ഞില്ലെങ്കിൽ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ തന്നെ വെള്ളം ഉച്ചകൂത്താൻ തുടങ്ങും. അപ്പോൾ ആഞ്ഞിലി വെള്ളം വെച്ച് ഒരു വീഡിയോ വെക്കുക ഇല്ല. ഈ കോമൺ ഫെയ്ത്തിൻ്റെ അകത്തൊരു കുഴപ്പമുണ്ട്. നമുക്കുള്ള വിശ്വാസം, പലർക്കുള്ള വിശ്വാസം അതാണ്. അത് ഉച്ചകൂത്താൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ ഉച്ചകൂത്താൻ തുടങ്ങും. അതിൻ്റെ ബലക്ഷയം ഉണ്ടാകും. കാര്യം ഈ കോമൺ ഫെയ്ത്തിൻ്റെ അകത്ത് വിശ്വാസത്തിൽ അവിശ്വാസം കൂടി ഉണ്ട്. അല്പവിശ്വാസമുണ്ട്. അല്പവിശ്വാസം എന്ന് പറഞ്ഞാൽ അല്പം കാതിലും ബാക്കിയെല്ലാം വെള്ളയുമാണെന്നായി പറയണത്. അല്പവിശ്വാസി ഈശോ ചോദിക്കണില്ലേ, സംശയിച്ചത് എന്ത്? അതിപ്പോൾ വിശ്വാസത്തിൻ്റെ കൂടെ തന്നെ ആഞ്ഞിലിയുടെ കൂടെ കാതലുള്ള പോലെ തന്നെ വെള്ളയുണ്ട്, സംശയം ഉണ്ടെന്ന് അർത്ഥം. സംശയത്തിന് വെള്ളയെന്ന് പറയണത്. വെള്ളം കെട്ടി വെച്ച് അറുത്ത് എല്ലാവരും വീട് വെക്കുക ഇല്ല, അത് ചൂത്തു എപ്പോഴായാലും. അപ്പം അതുകൊണ്ട് ദൈവം അതൊന്നും എടുക്കത്തില്ല. അല്പവിശ്വാസികളെ ഒന്നും ദൈവം ഒരു കാര്യത്തിൽ എടുക്കത്തില്ല.
പിന്നെ എന്താ ചെയ്യണത്? ഉമൺ യുവർ ഫെയ്ത്ത് ഇസ് ഗ്രേറ്റ്, നിൻ്റെ വിശ്വാസം വലുതാണെന്ന് പറഞ്ഞില്ലേ? വലിയ വിശ്വാസമുണ്ട്, പക്ഷേ കൃപയിലേക്ക് വരണത്, അതുകൊണ്ട് വലിയ വിശ്വാസം കൊണ്ട് വലിയ രോഗങ്ങളൊക്കെ സുഖപ്പെടുത്തിയെടുക്കാവുന്നല്ലാതെ ദൈവത്തിൻ്റെ കൃപ കിട്ടത്തില്ല. കൃപ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജെറമ്യാ പദ്ധതി, അതായത് വാളിൻ്റെ ക്ലേശങ്ങൾ അതിജീവിച്ച ജനം മരുഭൂമി കൃപ കണ്ടെത്തി എന്നാണ് പറയുന്നത്. ഇപ്പം കൃപ കണ്ടെത്തുന്നത് എപ്പോഴും സാധുലമായ പച്ചപ്പുറങ്ങളിലല്ല, അത് ബ്ലെസ്സിങ്സാണ്. ഇടേനെക്കുറിച്ച് പറയത്തില്ലേ, പച്ചയായ പുൽപ്പുറങ്ങൾ അവിടെ നിന്ന് കിടത്തുന്നു, നിശ്ചലമായ ജലാശയത്തെ കുടിപ്പിക്കുന്നു, അത് ബ്ലെസ്സിങ്സാണ്. ആ സാധനങ്ങളിൽ എപ്പോഴും ബ്ലെസ്സിങ്സാണ് കിട്ടുന്നത്. എപ്പോഴും മരുഭൂമിയിലാണ് കൃപയുള്ളത്. ആ കൃപ ആരായിരിക്കണം? വാളിനെ അതിജീവിച്ച ജനമാണ്. അപ്പം വാളിനെ അതിജീവിച്ചവരാണ് കൃപയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർ. ഈ തിരഞ്ഞെടുക്കപ്പെടുന്നവർ എന്താണ്? വാളിനെ അതിജീവിച്ച ജനം മരുഭൂമി കൃപ കണ്ടെത്തി. ഇസ്രായേൽ വിശ്രമം കണ്ടെത്താൻ പോവുകയാണ്. വിശ്രമം കണ്ടെത്താൻ പോവുകയാണ്. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? വിശ്രമമാണേ. വിശ്വാസം മുതൽ വിശ്രമം വരെ. ഈ വിശ്രമത്തിനാണ് അഭിഷേകം എന്ന് പറയുന്നത്. ക്രിസ്തു വിശ്രമിക്കുന്ന കണ്ടില്ലേ? ഐ കമൻഡ് മൈ സ്പിരിറ്റ് എന്നും പറഞ്ഞ് കുരിശിൽ അവൻ വിശ്രമിക്കുകയാണ്. ഇടത്തോട്ട് തലയാഴ്ച സമർപ്പിക്കുകയാണ്. ആ സമർപ്പണത്തിൻ്റെ അടുത്ത ഘട്ടമാണ് വിശ്രമം. എന്ന് വെച്ചാൽ ആ വേദന എവിടെയോ വെച്ച് എൻ്റെ പിതാവേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് ചോദിച്ച സ്ഥലത്ത് വെച്ച് കർത്താവിൻ്റെ സമർപ്പണം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ പിതാവുമായിട്ട് കണക്ഷൻസ് കിട്ടി. എൻ്റെ പിതാവേ അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കും. ഇതാണ് വിശ്രമം എന്ന് പറയുന്നത്. വിശ്രമം. ഈ വിശ്രമം എന്ന് വെച്ചാൽ മരണത്തിൻ്റെ വേദനയെ അഭിഷേകമായി, ഈശോയ്ക്ക് അഭിഷേകം കിട്ടി, അപ്പായോട്ട് ലൈൻ കണക്റ്റഡായിട്ടാണ് ഇവൻ അടുത്തേക്ക് തലതാഴ്ച ഉറങ്ങണത്, കർത്താവിന് ജീവൻ സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ടൈമാണ് കൃപയുടെ കഠോര കൃപ. അവൻ്റെ കഠോര കൃപ. മെൽ ഗിബ്സനൊക്കെ ആ സമയത്ത് ഭയങ്കര മഴ പെയ്യിക്കണ കാണാം. എന്ത് രസമാണെന്ന് അറിയാം. ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റ് അവനിങ്ങനെ തല ചായച്ച് കിടക്കുമ്പോൾ തന്നെ ഒരു തുള്ളി വെള്ളം അങ്ങനെ വീഴും. പിന്നെ വീഴണത് ഒരു പരകോടി ശതകോടി വെള്ളമാണ് വീഴുന്നത്. കൃപയുടെ മഴ പെയ്യണ കാണാം. അതിമനോഹരമാണ് ആ സിനിമ. അപ്പം അതുപോലെ തന്നെ വിശ്രമം. ഇപ്പോൾ ഓട്ടിസം രോഗികളെന്ന് ഞാൻ കഴിഞ്ഞ ധ്യാനത്തിൽ പറഞ്ഞില്ലേ, അവർക്കും അവരെ സൂക്ഷിക്കുന്നവരും ഒരു ടൈം കഴിയുമ്പോൾ വിശ്രമത്തിലേക്ക് പ്രവേശിക്കും. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവങ്ങൾ ആദ്യകാലങ്ങളിലെ പോലെ അവരുടെ മനസ്സിനെ വേദനിപ്പിക്കാത്തൊരവസ്ഥയിലേക്ക് ദൈവസ്നേഹവും സമർപ്പണം കൊണ്ട് നിറഞ്ഞിട്ട് സമർപ്പണത്തിന് അടുത്ത ഘട്ടത്തിൽ ദൈവം ഇങ്ങനൊരു കുഞ്ഞിനെ തന്നതിന് ഞാൻ നന്ദി പറയുന്നു, ഞാൻ അങ്ങനെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്, എന്താ കൃപയിൽ അഭിഷേകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാത്തിനും എൻ്റെ ദൈവവേദന അഭിഷേകമുണ്ട്. ഞാൻ നിങ്ങൾ ഈ കല്യാണം കഴിച്ചിട്ട് പിരിയണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. കാരണം ഒന്നാമത്തെ ലോകത്താന്മാരെ പിരിയത്തുള്ളൂ, ചെടിക കോമാളികൾ മാത്രമേ പിരിയത്തുള്ളൂ, അല്ലാത്ത പിരിയത്തില്ല. കാര്യം അവർക്ക് ആത്മജ്ഞാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് ചെന്നായും പുള്ളിപ്പുലിയാനും പശുവിൻ്റെ കൂടെ താമസിക്കും, പശു ചെന്നായ്ക്കളോട് താമസിക്കും. അഭിഷേകത്തിൻ്റെ വിശ്രമത്തിൻ്റെ വലിയ കാലമാണത്. അത് കൊണ്ട് തന്നെ നമ്മൾ ഇത് ദൈവത്തിന് മാറരുത്. ശരിക്കും എന്ത് ക്ലേശം ഉണ്ടായാലും ദൈവത്തെ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തിൻ്റെ പേരിൽ ഒരു കളങ്കമായ വാക്ക് പോലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അത് ഞാൻ നാളെ പറയാം. എൻ്റെ പേര് ഷൈജി. ഞാൻ എളംകുളം ലിറ്റിൽ ഫ്ലവർ ചർച്ച് ഇടവക അംഗമാണ്. ഞാൻ 2019 ഉടമ്പടി എടുക്കുന്നത്. ഓഗസ്റ്റ് 14 ഞാൻ എൻ്റെ മകളെടുത്തത് പൂർത്തീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. മകളാണ് 2018 എടുത്തത്. അത് കഴിഞ്ഞ് അവളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൾക്കത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞാൻ 2019 എടുക്കുന്നത്. ആ പ്രളയമുള്ള കാലഘട്ടമായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ 3 മാസം കൂടുമ്പോഴത്തേക്ക് ആ പുതുക്കുന്ന രീതിയിൽ ഇതുവരെ ഞാനൊരു മുടക്കം വരുത്തിയിട്ടില്ല. എൻ്റെ ഹസ്ബൻഡാണ് എന്നെ കൊണ്ടുവരാറ് എപ്പോഴും. എത്ര തിരക്കാണേലും എന്നെ ഇവിടെ കൊണ്ടുവന്ന് പുതുക്കലിൻ്റെ എല്ലാം കഴിഞ്ഞിട്ടാണ് എന്നെ തിരിച്ചു കൊണ്ടുപോകാറ്. ഇത് എൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ് ഞാനിവിടെ പറയുന്നത്. എൻ്റെ മകൾക്ക് ഡ്രൈവിംഗ് ഭയങ്കര പേടിയാണ്. എത്ര ദൂരം വേണേലും അവൾ നടന്നോളും. പക്ഷേ ഡ്രൈവിംഗ് പഠിക്കാൻ പറഞ്ഞാൽ ജന്മം ചെയ്താൽ പഠിക്കില്ല. പക്ഷേ അവളുടെ അനിയത്തി അത് പഠിച്ചു. അവളെ കല്യാണം കഴിച്ചത് US-ലേക്കാണ്. അപ്പോൾ അവിടെ ഡ്രൈവിംഗ് ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല എന്ന് പറഞ്ഞു. ഡ്രൈവിംഗ് ലേണേഴ്സാണെന്ന് അവിടെ ഒരു ഐഡൻറ്റിറ്റി. അപ്പോൾ അത് എന്തായാലും എടുത്തേ പറ്റൂ.
അങ്ങനെ ഞാനിവിടെ നിന്ന് ഉടമ്പടിയിൽ വെച്ചിരുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് അവൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അവളുടെ പേടി മാറി കിട്ടാൻ വേണ്ടിയിട്ട് തൈലം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ നെറ്റിയിലും എൻ്റെ കയ്യിലും വയ്ക്കുമായിരുന്നു അവൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അവൾ അവിടെ ഒറ്റയടിക്ക് തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സായി. പിന്നെ അവൾ പറയുമായിരുന്നു, അമ്മ നമുക്കൊരു വീട് വേണം, ഇപ്പോഴത്തെ വീട് ഡബിൾ സ്റ്റോറീഡാണ്, അവിടുത്തെ അമ്മയ്ക്ക് കയറാനും എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ അമ്മ അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് എൻ്റെ ഫലമായിട്ട് അവൾക്ക് അവിടെ ഒരു 10 സെൻറ്റ് സ്ഥലവും വീടും കൂടി വാങ്ങിക്കാൻ പറ്റി. നമ്മുടെ കേരളം പോലത്തെ സ്ഥലമാണ്, നല്ല മാവും പ്ലാവും ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കിട്ടിയത്. അപ്പോൾ ഞാനത് പറയാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വെഞ്ചരിപ്പ് കഴിഞ്ഞിട്ട് കയറി താമസിച്ചിട്ടേ പറയാവുള്ളൂ എന്ന് പറഞ്ഞു. ഇന്നലെ അവളുടെ വെഞ്ചരിപ്പായിരുന്നു, എല്ലാം ഭംഗിയായി നടന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, സഞ്ചാരി മാതാവേ, ഞാനിവിടെയാണ്, എനിക്കവിടെ പോകാൻ പറ്റില്ല. അപ്പം മാതാവും ഈശോയും അവിടെ ചെന്ന് അവൾക്ക് വേണ്ട കാര്യങ്ങൾ നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഓഫീസിൽ ഒരു അക്രൈസ്തവനായ ഒരു ചേട്ടനുണ്ടായിരുന്നു. ചേട്ടൻ എപ്പോഴും പറയുമായിരുന്നു വൈഫിന് തീരെ സുഖമില്ല, രാത്രി ഫുള്ള് പുള്ളിക്കാരത്തി എഴുന്നേറ്റിരിക്കും, ഒരു വെളുപ്പിനെ ആകുമ്പോഴത്തേക്കാണോ എവിടെയെങ്കിലും ഒന്ന് ചാഞ്ഞ് ഇരുന്നാണ് ഉറങ്ങുന്നത്. അപ്പോൾ അത് ചേട്ടൻ എപ്പോഴും വന്നിട്ട് ഭയങ്കര വിഷമത്തോടെ പറയും. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്, ചേട്ടൻ അവിടെ ഒന്ന് പോയി നോക്ക്. ഞാനൊരു ദിവസം പത്രം കൊടുത്തു. അപ്പോൾ ചേട്ടൻ എന്നിട്ട് ഇവിടെ ഞായറാഴ്ച ദിവസങ്ങളിൽ ആരാധന തുടങ്ങിയ സമയം, ചേട്ടൻ വന്ന ആരാധന തുടങ്ങിയ സമയമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു, ചേട്ടനും ചേച്ചിയും കൂടിയാണ് വന്നത്. ഇവിടെ ഇരുന്ന് ആരാധന കൂടി. ചേച്ചി പോകുന്ന വഴിക്ക് തന്നെ ചേച്ചി സുഖപ്പെട്ടു. ഇന്ന് വരെ പിന്നെ ചേച്ചി പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ദിവസം ചേച്ചിയെ കണ്ടു, ചേച്ചി പറഞ്ഞു ഇന്ന് വരെ ഞാൻ പിന്നെ ഒരു മരുന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാനൊരു ഇൻഷുറൻസ് കമ്പനിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരേ പേരുള്ളത്, ഒരേ വീട്ടഡ്രസ്സുള്ള കുറേ പേരുണ്ട്. അതിൽ കൊണ്ടുവന്ന ഒരു ബാങ്ക് ഡീറ്റെയിൽ ഒരേ പേരുള്ള ആളുടെ ആയിരുന്നു. അപ്പോൾ നമ്മളത് പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വീട്ടുപേരുള്ള മറ്റേ ആൾ വന്നിട്ട് പറഞ്ഞു ഇത് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ ഈ ഫാമിലി തന്നെ ഒരു വലിയ ഫാമിലി ആയിരുന്നു, അതിലങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ്. അപ്പോൾ ഞാൻ അന്ന് ഈ പെസഹ വ്യാഴാഴ്ചയാണ് ഞാനിവിടുത്തെ അച്ഛൻ്റെ ആരാധന കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു കൊടുത്ത ആളെ മാറിപ്പോയി എന്ന് പറഞ്ഞു. ഞാൻ മാതാവിനെ വിളിച്ചു, മാതാവേ എനിക്ക് പറ്റിയത് എന്ത് അബദ്ധമാണെങ്കിൽ അമ്മ വേഗം തിരുത്തി തരണേ. അപ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഇതാണ് അച്ഛൻ പറയുന്നത്. സൗദിയിലൊരു പയ്യൻ ഇവിടുന്ന് പോയതാണ്, അച്ഛൻ പറഞ്ഞു അവിടെ ചെല്ലുമ്പോഴത്തേക്കും ടൈം ആകുമ്പോഴത്തേക്കും നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അവൻ അന്നേരപ്പോൾ പറയുക ഇതാണ് 18 മണിക്കൂർ ഉള്ളൂ, അന്നേരപ്പോഴും അവന് ജോലി ആയില്ല. പിന്നെ പറഞ്ഞു 4 മണിക്കൂറേ ഉള്ളൂ, അവന് ജോലി ആയില്ല. അങ്ങനെ പറഞ്ഞ് നിൽക്കേ ടൈം കുറഞ്ഞ് ഷോർട്ടനിങ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന് ജോലി കിട്ടി. അത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് കോൾ വരുന്നത്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇതേപോലെ ടൈം ഷോർട്ടനിങ് ആണ്, ഇന്ന് പെസഹ വ്യാഴാഴ്ച, ദുഃഖവെള്ളി, ദുഃഖശനി, ഞായർ ഇതൊക്കെ വരുമ്പോഴത്തേക്കും ഈ ഫിനാൻഷ്യൽ ഇയർ തീരും. അപ്പോൾ അമ്മ മാതാവ് ഇടപെടണേ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പം ഓഫീസിൽ നിന്ന് വിളി വന്നു, അവരെ കിട്ടി, അവരിവിടെ വന്ന് പൈസ അടച്ചേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 5 മണിക്കുള്ളിൽ അവരിവിടെ വന്ന് പൈസ അടച്ചു. നമ്മൾ 2-ാം തീയതി അത് ക്ലിയറായി, ഒറിജിനൽ ആൾക്കാർ പൈസ കൊടുക്കാനും പറ്റി. ഇത് മാതാവിൻ്റെ ഒരു വലിയ കൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ ഒരു വയസ്സായ അമ്മമാരുടെ ഓൾഡ് ഏജ് ഹോമുണ്ട്, അവിടുത്തെ ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് ആ ഓർഫനേജ്. അത് ശരിയാണോ എന്നറിയാൻ വേണ്ടി ഞാൻ അന്വേഷിച്ച് ഞാൻ അവിടുത്തെ സിസ്റ്ററിൻ്റെ നമ്പർ കണ്ടുപിടിച്ചു. അപ്പോൾ ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്ററെ അവിടെ എന്താണ് ആവശ്യം, അവിടെ എത്ര പേരുണ്ട്? അപ്പോൾ സിസ്റ്റർ പറഞ്ഞു 24 അമ്മച്ചിമാരാണുള്ളത്. എല്ലാവരും, ചിലവർക്ക് വീട്ടുകാരുണ്ട്, ചിലവർ വീട്ടുകാർ ഉപേക്ഷിച്ചിട്ട് പോകാൻ അവരെ കൊണ്ടുപോകാറില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടി അവിടെ ചെന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, സിസ്റ്റർ എന്താണ് അവർക്ക് ആവശ്യമുള്ള സാധനം? അപ്പം പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റമാണ് അവർക്ക് ആവശ്യം. അപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ ചോദിക്കും അവർക്ക് ആവശ്യമുള്ള സാധനം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങിക്കൊണ്ട് പോകും. ചിലപ്പം പറയാം അവിടെ ലോഷനാണ് ആവശ്യം, ക്ലീനിങ് ഐറ്റമാണ് ആവശ്യം, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഫുഡ് ഐറ്റവും കൊണ്ടുപോകും. പിന്നെ ഡ്രസ്സ്, അവർക്കെല്ലാവർക്കും നൈറ്റി, അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ആയിട്ട് ചെല്ലും. ആദ്യമൊക്കെ ചെല്ലുമ്പോൾ ഈ അമ്മച്ചിമാർ ചോദിക്കും ഞാൻ എന്തിനാ അവരോട് വർത്തമാനം പറയുന്നതെന്നൊക്കെ ചോദിച്ച് 2 പ്രാവശ്യം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ അമ്മച്ചിമാർക്ക് സന്തോഷമാണ്. ഞാനിപ്പോൾ അവിടെ ചെല്ലുന്നതും കണ്ടിട്ട് കുറച്ച് നാളായാലോ, എന്തൊക്കെയുണ്ട് വിശേഷമെന്നൊക്കെ അമ്മച്ചിമാർ ചോദിക്കാറുണ്ട്. അവർക്ക് അതിൽ ഭയങ്കര സന്തോഷമാണ്. സ്റ്റാറ്റസ് ആയിട്ടിടും. അച്ഛൻ്റെ ബൈബിൾ കോട്ടിംഗ് ഒക്കെ ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫേസ്ബുക്കിലും ഇടാറുണ്ട്, എൻ്റെ സ്റ്റാറ്റസായിട്ട് ഇടാറുണ്ട്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ഞാനത് ഇടുന്നത് കാണുമ്പോഴത്തേക്കും. അക്രൈസ്തവരാണ് കൂടുതലും പറയുന്നത്, അത് കേൾക്കുമ്പം നല്ലൊരു ഉത്തേജനം തോന്നുന്നുണ്ടെന്ന് പറയുന്നത്. ഇതൊക്കെ തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു.
എൻ്റെ പേര് സുനിത. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ തയ്യൂരിൽ നിന്നാണ് വരുന്നത്. എനിക്ക് 7 വർഷങ്ങളായിട്ട് കുട്ടികളില്ലാണ്ട് ഇരിക്കുമായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എനിക്ക് പ്രാർത്ഥിച്ചതിനായിട്ട് ഒരു മകളുണ്ടായി. ഇവിടുത്തെ തൈലവും ഇവിടുത്തെ പത്രവും ഞാൻ വായിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ആണ് എനിക്ക് കുട്ടികളുണ്ടായത്. എൻ്റെ പേര് ഷീജ. ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2022 ആഗസ്റ്റിലാണ്. ഞാൻ അതിനു മുമ്പേ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ് കൃപാസനത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പത്രമൊക്കെ വായിച്ചിട്ടുമൊക്കെ ഉണ്ട്. എന്നാലും ജർമ്മൻ പഠിക്കാൻ വേണ്ടി പഠിക്കാൻ തുടങ്ങിയപ്പം തന്നെ അത് കുറച്ച് ടഫാണെന്ന് മനസ്സിലായി. അപ്പോഴെൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഉടമ്പടി എടുക്കാമെന്നും പറഞ്ഞ് ഞാൻ ആഗസ്റ്റിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പക്ഷേ അന്ന് ഞാൻ ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നതുകൊണ്ട് എനിക്കത് പൂർണ്ണമായിട്ടും പാലിക്കാൻ പറ്റുന്നില്ലായിരുന്നു. നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ഉള്ളപ്പം പ്രദക്ഷിണ പ്രാർത്ഥന രാവിലെയും സായന പ്രാർത്ഥനയും ഒന്നും കൃത്യമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമായിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് തന്നെ ഉടമ്പടി പൂർണ്ണമായിട്ട് പാലിച്ചില്ലെങ്കിൽ പോലും എനിക്കൊരു 15 വർഷമായിട്ട് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. യാത്ര ചെയ്യുമ്പോഴെല്ലാം ഛർദിയും അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ഉടമ്പടി തൈലം എല്ലാം തേച്ച് പ്രാർത്ഥിച്ചിരുന്നു. അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. പിന്നീട് എക്സാമിന് ഡേറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ മെയ് മാസത്തിൽ എനിക്ക് എക്സാമിന് ഡേറ്റ് കിട്ടി. അപ്പോൾ ഞാൻ B2 പഠിക്കാൻ വേണ്ടി ഞാൻ എറണാകുളത്ത് കുറച്ച് നാൾ ഹോസ്റ്റലിൽ നിന്നപ്പം തീർത്ഥാടന ഉടമ്പടി പുതുക്കാൻ പറ്റാത്തതുകൊണ്ട് ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു. അങ്ങനെ മെയ് മാസത്തിൽ ഞാൻ എക്സാം എഴുതാൻ പോയി. ഞാൻ അത്യാവശ്യം എന്നെക്കൊണ്ട് പഠിച്ച് ഒക്കെയാണ് എക്സാമിന് പോയത്. പക്ഷേ ഒരു മോഡ്യൂൾ പോലും പാസ്സാവാൻ പറ്റിയില്ല. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് ഉടമ്പടി പുതുക്കാത്തത് കൊണ്ടാണ് എന്നൊരു തോന്നൽ. അങ്ങനെ ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി പുതുക്കി നവംബറിൽ ഞാൻ എക്സാം എഴുതി. എക്സാമിന് ഞാൻ പോയി. അവിടെ ചെന്ന് എനിക്ക് സ്പീക്കിങ് പൊതുവേ കുറച്ച് പാടാണ്. അറിയാമെങ്കിൽ പോലും ഒരാളുടെ മുമ്പിൽ ചെന്ന് ഇരിക്കുമ്പോൾ അത് പറയാനുള്ളൊരു ഭയങ്കര ടെൻഷൻ അങ്ങനെ ഉണ്ട്. അങ്ങനെ ഞാൻ എക്സാമിന് ചെന്നിരുന്നപ്പം എനിക്ക് സ്പീക്കിങ്ങിന് കിട്ടിയ ടോപ്പിക്കാണെങ്കിൽ ഞാൻ കുറേ ദിവസങ്ങൾ മുമ്പ് ഒന്ന് പഠിച്ചിരുന്ന ഒരു ടോപ്പിക്കായിരുന്നു. പെട്ടെന്ന് ഒരു പോയിൻറ്റും മനസ്സിൽ വരുന്നില്ല. അപ്പം ഞാൻ എവിടെ പോയാലും ഉടമ്പടി കാശുരൂപം കയ്യിലെടുത്തുകൊണ്ടാണ് പോകുന്നത്. അപ്പം ഞാൻ ഉടമ്പടി കാശുരൂപം കയ്യിൽ മുറുകെ പിടിച്ച്, മാതാവേ എനിക്ക് എന്തെങ്കിലും ഒന്ന് മനസ്സിൽ തോന്നിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എക്സാം കഴിഞ്ഞ് വന്നു. ഞാൻ എൻ്റെ പ്രാർത്ഥന കൊണ്ട് എൻ്റെ ഇതുകൊണ്ട് കിട്ടത്തില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ റിസൾട്ട് വന്നപ്പം ഞാൻ ആ പ്രാവശ്യം തന്നെ 4 മോഡ്യൂളിനും എനിക്ക് ഒരുമിച്ച് പാസ്സാവാൻ സാധിച്ചു. പിന്നീട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ അതുപോലെ അറ്റൻഡ് ചെയ്ത് ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വരാൻ ഇങ്ങനെ വൈകിയിരുന്ന സമയത്താണ് ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഇവിടെ വന്നത്. ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ടിനെ കുറിച്ച് പ്രത്യേകിച്ച് ഉടമ്പടിയിൽ വെച്ചിരുന്നു. ഉടമ്പടി പുതുക്കി ഞാൻ വീട്ടിൽ ചെന്നപ്പം തന്നെ എനിക്ക് മെസ്സേജ് വന്നു സെലക്ഷൻ കിട്ടിയെന്ന്. പിന്നെ എൻ്റെ കൂടെ ജർമ്മൻ പഠിക്കുന്നതിന് എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവളാണെങ്കിൽ പോസ്റ്റ് BSc പഠിച്ചിട്ട് അവൾക്കാണെങ്കിൽ അതിൻ്റെ പ്രോസസ്സിങ്ങിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി ഈ 2024 അവളുടെ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് എപ്പോഴും പറയുമായിരുന്നു പ്രാർത്ഥിക്കണമെന്ന്. അവൾ ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ആ പ്രാവശ്യത്തെ ഉടമ്പടി പുതുക്കി ഞാൻ അവിടെ ചെന്നപ്പോൾ അവളുടെ കാര്യവും പ്രത്യേകിച്ച് വെച്ചിരുന്നു. 2024 ഏപ്രിൽ കിട്ടുമെന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് 2023 ഡിസംബറിൽ തന്നെ അവൾക്കത് കിട്ടി. അങ്ങനെ മാതാവ് ആ അനുഗ്രഹവും സാധിച്ചു തന്നു. പിന്നെ എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ കൂടെ പെട്ടെന്നിങ്ങനെ തലകറക്കം വന്ന് വോമിറ്റിങ്ങൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ കൂടെ അഡ്മിറ്റ് ആവുമായിരുന്നു. ഞാൻ ഉടമ്പടി വെച്ചപ്പോൾ ആ കാര്യവും പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു. ഇപ്പോഴങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു തലകറക്കവും ഇതുമായിട്ട് അമ്മ ഹോസ്പിറ്റലിൽ പിന്നെ പോകേണ്ടി വന്നിട്ടില്ല. പിന്നെ എൻ്റെ നാത്തൂൻ്റെ മോനാണെങ്കിൽ അവന് ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഓട്ടിസം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും അവന് വേണ്ടി എല്ലാവരും അവൻ്റെ അമ്മ എല്ലാവരും വളരെയധികമായി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഉടമ്പടി 5 വയസ്സ് തൊട്ട് തുടങ്ങിയതാണ്. അവനിപ്പം 10-22 വയസ്സായിട്ടുണ്ട്. അവന് വീട്ടിൽ എല്ലാവരെയും ഉപദ്രവിക്കുകയും സാധനങ്ങൾ നശിപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ വഴക്കില്ലാതെയൊന്നും അവനെ കാണണമെന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പം 2 മാസം കൊണ്ട് അവനങ്ങനെ വഴക്കോ ബഹളമോ ഒന്നുമില്ല. പൂർണ്ണമായിട്ട് നോർമലായില്ലെങ്കിൽ പോലും
വഴക്കോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞാൻ എക്സാമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാൻ എക്സാമിന് പഠിക്കാൻ വേണ്ടി എടുക്കുമ്പോഴെല്ലാം 4 മോഡ്യൂളിൽ ഞാൻ ഉടമ്പടി തൈലം കൊണ്ട് ഉടമ്പടിക്ക് ആശീർവാദം കൊണ്ടും പ്രത്യേകിച്ചും കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ചെറുതും വലുതുമായ വളരെയേറെ അനുഗ്രഹങ്ങൾ നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ വിസയ്ക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞപ്പം ആദ്യത്തെ വിസയിൽ ഒരു ഡോക്യുമെൻ്റ് മിസ്സാണെന്നും പറഞ്ഞ് അത് രണ്ടാമത് അയക്കണമെന്നും പറഞ്ഞ് വന്നിരുന്നു. അപ്പോഴെനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും എന്താണ് അങ്ങനെ വന്നതെന്നൊക്കെ തോന്നിയെങ്കിലും പിന്നീട് ഞാൻ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്നത്, കൂടുതൽ വിശ്വാസം ആകാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു തടസ്സം വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെയും ഞങ്ങൾ അയച്ച് അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് പിന്നെയും ഒരു ഡോക്യുമെൻ്റ് വേണമെന്നുള്ള രണ്ടാമതും അങ്ങനെ വന്നു. പക്ഷേ അവർ രണ്ടാമത് ആപ്ലിക്കേഷൻ അയക്കാൻ പറഞ്ഞില്ല. അത് PDF അയച്ചു കൊടുത്തപ്പം ഈ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് എൻ്റെ വിസ ജൂലൈ 8 തൊട്ട് വിസ അടിച്ച് കിട്ടിയിട്ടുണ്ട് ജർമ്മനി പോകാൻ വേണ്ടി. നേരത്തെ ഞാനിവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി പറയാൻ വന്നിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞായിരുന്നു പിന്നെ പോകാൻ വേണ്ടി റെഡി ആയിട്ട് പറഞ്ഞാൽ മതിയെന്ന്. അതുകൊണ്ടാണ് പറയാൻ താമസിച്ചത്. ഞാനിപ്പോൾ 5ാമത്തെ പ്രാവശ്യമാണ് ഉടമ്പടി പുതുക്കിയത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പറഞ്ഞ് ഞാൻ പള്ളികളിലും അങ്ങനെയൊന്നും അധികം പത്രം കൊടുക്കാറില്ല. പക്ഷെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി പത്രം ഉടമ്പടി തൈലം ഉടമ്പടിക്ക് ആശീർവദിച്ച് വെച്ച് കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയാണ് അവർക്ക് കൊടുക്കാറുള്ളത്. തീർച്ചയായിട്ടും പോയി പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് പറയാറുണ്ട്. എനിക്ക് നൽകിയതുപോലെ അവർക്ക് നൽകുമെന്നുള്ള ഉറപ്പുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാറുള്ളത്. പിന്നെ യൂട്യൂബിൽ സാക്ഷ്യം കേൾക്കുകയും പരമാവധി പറ്റുന്നവർക്കെല്ലാം ഉടമ്പടി ധ്യാനവും സാക്ഷിയും എല്ലാം അയച്ചു കൊടുക്കും. പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ പൈസയായിട്ട് അങ്ങനെ സഹായിച്ചിട്ടുണ്ട്. പറ്റുന്നതുപോലെ ആൾക്കാരെ അവരെ കുളിപ്പിക്കാൻ, ഫുഡ് കൊടുക്കാൻ അങ്ങനെയൊക്കെ പോയി സഹായം ചെയ്തിട്ടുണ്ട്. പിന്നെ ആത്മീയമായിട്ട് എൻ്റെ മാറ്റമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചെറുപ്പം തൊട്ടേ വളരെ വിശ്വാസത്തിലൊരു എൻ്റെ മാതാപിതാക്കൾക്ക് ജപമാലയിലെല്ലാം ഭയങ്കര വിശ്വാസമായിരുന്നു. അതുകൊണ്ട് ചെറുപ്പം തൊട്ടേ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അവരങ്ങനെയാണ് വളർത്തിയിരുന്നെങ്കിലും അത്രയ്ക്കൊരു ബൈബിൾ വായന അങ്ങനെ ചിലപ്പം സാഹചര്യങ്ങൾ കൊണ്ട് സമയമില്ലാത്തപ്പം ചെല്ലാതെയൊക്കെ വന്നിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ജപമാല മുടങ്ങാതെ ചെല്ലും. അരമണിക്കൂർ സമയമുണ്ടെങ്കിൽ അരമണിക്കൂർ കൂടുതൽ ബൈബിൾ വായിക്കാറുണ്ട്. എന്തെങ്കിലും അരമണിക്കൂർ വായിക്കാൻ പറ്റിയില്ലെങ്കിൽ വേറെ ദിവസം അതിൽ കൂടുതൽ വായിക്കാറുണ്ട്. പറ്റുന്നവരോടെല്ലാം ഞാൻ കൃപാസന മാതാവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചും അവിടെ പോകണം, പ്രാർത്ഥിക്കണം എന്നെല്ലാം പറയാറുണ്ട്. ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനും ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ എൻ്റെ മാതാവിനും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഈ ആൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സിന്ധു. ഇതെൻ്റെ ഭർത്താവ് ജോസുകുഞ്ഞ്, അതുപോലെ തന്നെ ഇളയ മകൻ ജോയൽ. ഞാൻ പാലാ രൂപത ചമലമറ്റം ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 സെപ്റ്റംബർ 29-ാം തീയതിയാണ്. കൃപാസനത്തെക്കുറിച്ച് ഞാൻ നേരത്തെ തന്നെ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കൃപാസന പത്രം ഞങ്ങളുടെ വീട്ടിൽ പലരും കൊണ്ട് തന്നിട്ടുണ്ട്. എന്നാൽ ഞാനത് വായിച്ച് സൂക്ഷിച്ചു എന്നുള്ളതല്ലാതെ കൃപാസനത്തിൽ വരണമെന്നോ ഉടമ്പടി എടുക്കണമെന്നോ തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ മൂത്ത മകൻ ബിടെക് പാസ്സായി 3-3.5 വർഷം ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചിട്ടും അവന് ജോലി കിട്ടുന്നുണ്ടായിരുന്നില്ല. ആദ്യത്തെ ടേഴ്സൊക്കെ അവൻ പാസ്സാകുന്നുണ്ട്, എന്നാൽ അവസാനമാകുമ്പോഴത്തേക്ക് അവൻ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ചേച്ചിയാണ് എന്നോട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ നിൻ്റെ മകന് ജോലി കിട്ടുമെന്ന് പറഞ്ഞത്. ചേച്ചിയുടെ മക്കൾ 2 പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു, അവർക്ക് അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ തന്നെ മൂത്ത മകന് ആദ്യം എഴുതിയിരുന്ന ഒരു ടെസ്റ്റിൻ്റെ സെലക്ഷൻ കിട്ടി. അതുപോലെ തന്നെ ഉടമ്പടി രണ്ടാമത്തെ പുതുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ദിവസം ഞാനും മകനും എൻ്റെ ഭർത്താവും കൂടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫച്ചനെ കണ്ട് അവൻ്റെ ഹാൾ ടിക്കറ്റുമായിട്ട് വന്ന ജോസഫച്ചനെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ചു. മാതാവിൽ നിന്നും അനുഗ്രഹം വാങ്ങിച്ചു. കാശുരൂപം കൊണ്ടുപോയി അവൻ കാശുരൂപം ഉടമ്പടി തൈലവും കൊണ്ട് പ്രാർത്ഥിച്ചു പരീക്ഷ എഴുതി. അവൻ ആ പരീക്ഷയിൽ സെലക്ഷൻ കിട്ടി. അവൻ ഇപ്പോൾ 1 വർഷത്തോളമായി ജോലിക്ക് പോകുന്നു. ഇതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. ഇനി എൻ്റെ 2ാമത്തെ സാക്ഷ്യം ഇളയ മകന് വേണ്ടിയുള്ളതായിരുന്നു. ആയിരുന്നു ഞാൻ നിയോഗം വെച്ചിരുന്നത്. അവനെക്കുറിച്ച് ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഞാൻ DLED പഠിക്കുകയായിരുന്നു. DLEDൻ്റെ 3ാം സെമ്മിലാണ് എനിക്ക് ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് എഴുതാനായിട്ട് അവസരമുണ്ടായിരുന്നത്. അതിനുവേണ്ടി എനിക്ക് കൃത്യമായി പഠിക്കാൻ സാധിച്ചിരുന്നില്ലായിരുന്നു.
പക്ഷേ പരീക്ഷയുടെ അന്ന് അമ്മ എനിക്ക് മാതാവിൻ്റെ കാശുരൂപം തന്നുകൊണ്ട് പറഞ്ഞു, ഇത് വെച്ച് നീ വിശ്വാസപൂർവ്വം എഴുതിയാൽ മതി, നീ പാസ്സായിക്കോളൂ എന്ന് പറഞ്ഞു. അതിൻ്റെ ഞാൻ പരീക്ഷയ്ക്ക് പോയി കാശുരൂപം വെച്ച് പരീക്ഷ എഴുതി. റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ നല്ല മാർക്കോടുകൂടി തന്നെ പാസ്സാകാൻ സാധിച്ചു. അത് മാതാവിൻ്റെ സഹായത്തോടെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ DLEDൻ്റെ അവസാന സെമ്മിൽ പരീക്ഷ എഴുതി എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. തോക്കുന്നതിന് വരെ ഞാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ എന്നും എല്ലാ ദിവസവും ഞാൻ മാതാവിനോട് കൊന്തയും പിന്നെ കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ എല്ലാ വിഷയത്തിനും പാസ്സാകാൻ സാധിച്ചു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ച അടുത്ത നിയോഗം എൻ്റെ മൂത്ത സഹോദരൻ്റെയും ഇളയ സഹോദരൻ്റെയും മക്കൾ രണ്ടുപേരും ഡിഗ്രി പാസ്സായിട്ട് വിദേശത്ത് പോകാൻ ശ്രമിക്കുകയായിരുന്നു. അവർക്ക് ഒരു വർഷം മിച്ചം ഇതിന് ശ്രമിച്ചിട്ടും അതിന് പോകാൻ സാധിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ ഒരു നിയോഗം ഇതായിരുന്നു. ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചു. അവർക്ക് രണ്ടുപേർക്കും വിദേശത്ത് പോകാൻ സാധിച്ചു. അതിലൊരു മൂത്ത സഹോദരൻ്റെ മകന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. ഇപ്പോൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പഠനം പൂർത്തിയാക്കി അവർക്ക് രണ്ടുപേർക്കും അമ്മ മാതാവും ഈശോയും കൂടി അവർക്ക് ജോലി മേടിച്ചു കൊടുക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ പിന്നെയുള്ളൊരു നിയോഗം, എൻ്റെ സഹോദരൻ്റെ മകൾക്ക് വിവാഹാലോചന നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു അനുയോജ്യമായ വിവാഹം നടത്തി തരണമെന്ന് എൻ്റെ നിയോഗത്തിൽ വെച്ചിരുന്നു. അതുപോലെ തന്നെ അവൾക്കൊരു ജോലിയും കൊടുക്കണമെന്ന്. അപ്പോൾ ജനുവരിയിൽ തന്നെ അവളുടെ അനുയോജ്യമായൊരു വിവാഹം നടന്നു. അപ്പോൾ ഇപ്പോൾ താൽക്കാലികമായിട്ട് അവൾ ജോലി ചെയ്യുന്നുണ്ട്. അമ്മ മാതാവ് അവൾക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. ഞാൻ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ ഭർത്താവിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആക്സിഡൻറ്റിൽ പുള്ളി മാത്രമാണ് ഡ്രൈവ് ചെയ്ത് പോയത്, വേറെ ആരും കൂടെ ഉണ്ടായിരുന്നില്ല. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു ടെമ്പോ വാൻ വന്ന് ഈ കാറിൻ്റെ ഇടിക്കുകയായിരുന്നു. കാറിൻ്റെ ഫ്രണ്ട് മുഴുവൻ തകർന്നു പോയി. എന്നാൽ എൻ്റെ ഭർത്താവിന് യാതൊരു പോറൽ പോലും ഏൽക്കാതെ അമ്മ മാതാവ് ഭർത്താവിനെ കാത്തു രക്ഷിച്ചു. ഞങ്ങളെല്ലാവരും കൂടെയാണ് ഉടമ്പടി പ്രാർത്ഥന എല്ലാവരും ചെല്ലുന്നുണ്ട്, ഉടമ്പടി തൈലം ഉപയോഗിക്കുന്നുമുണ്ട്. പിന്നീട് ആത്മീയ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പ്രവാസന പത്രം വാങ്ങിച്ചുകൊണ്ട് ഞങ്ങളുടെ വീടുകളിലെല്ലാം പോയി പ്രാർത്ഥിച്ച് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ പള്ളികളിലും കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ ആത്മീയമായിട്ട് ഒത്തിരി വളർച്ച വന്നിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം സമ്പൂർണ്ണ ബൈബിൾ വായിക്കണമെന്ന് വിചാരിച്ച് തുടങ്ങി വെച്ചിട്ടുണ്ട്, പക്ഷേ ഒരിക്കലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് എനിക്ക് സമ്പൂർണ്ണ ബൈബിൾ ഒരു പ്രാവശ്യം വായിച്ച് തീർത്തു. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം 3/4 ഭാഗത്തോളം ആയിട്ടുണ്ട്. ഇപ്പോൾ ബൈബിൾ വായിച്ചില്ലെങ്കിൽ കിടന്നുറങ്ങാൻ ഒരു മടി പോലെയാണ്. എത്ര നേരമില്ലെങ്കിലും ഞാൻ ബൈബിൾ വായിക്കും. പിന്നെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് ഞാനും എൻ്റെ ഭർത്താവും കൂടെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ജപമാല ഒരു ദിവസം പോലും മുടക്കാറില്ല. ഇത്രയും ഉപകാരങ്ങൾ നന്മകൾ ഞങ്ങൾക്ക് ചെയ്ത അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. അതുപോലെ തന്നെ എനിക്ക് 2019 ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. 2-2.5 വർഷം ചികിത്സ ചെയ്തിട്ടും എനിക്ക് ഉറക്കം കിട്ടുന്നില്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി തൈലം എൻ്റെ കൺപോളുകളിൽ കുരിശ് വരച്ച് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് നല്ല ഉറക്കം കിട്ടി. അമ്മ മാതാവ് ഈശോയും എന്നെ അനുഗ്രഹിച്ചു. അമ്മയ്ക്ക് ഈശോയ്ക്കും 1000 നന്ദി.